എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കഞ്ഞിയോടൊപ്പം കഴിക്കാൻ പറ്റുന്ന വളരെ സ്വാദുള്ള ഒരു ചക്കക്കുരു മാങ്ങ കറിയാണ്. ഇതിനാവശ്യമായിട്ടുള്ള ചേരുവകൾ ഏകദേശം 15ഓളം ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അത് രണ്ടായിട്ട് മുറിച്ച് വെച്ചിട്ടുള്ളതാണ്. ഒരു വലിയ മാങ്ങയുടെ ഒരു പകുതി ഭാഗം, അത് പുളിക്കനുസരിച്ച് വേണം നമ്മൾ എടുക്കാൻ. അത് ചതുര കഷ്ണങ്ങളാക്കി എടുത്തിട്ടുള്ളതാണ്. കൂടാതെ ഒരു 3-4 തണ്ട് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരു നമുക്ക് ആദ്യം വെച്ച് കൊടുക്കാം, അടപ്പയിലേക്ക് വെച്ച് കൊടുക്കാം. അതിനുശേഷം ചക്കക്കുരു പാതി വേവാകുമ്പോൾ മാത്രം നമുക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് സ്റ്റവ് കത്തിച്ച് ഈ ചക്കക്കുരു അല്പം വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം. നമുക്ക് സ്റ്റവ് കത്തിച്ച് കൊടുക്കാം. ഇതിനകത്തേക്ക് ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ചക്കക്കുരു ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം, ഏതാണ്ട് 1/2 കപ്പ് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചക്കക്കുരുവിന് ഉപ്പ് നമുക്ക് അല്പം കഴിഞ്ഞിട്ട് കൊടുക്കാം. ചിലപ്പം കല്ലിക്കാനുള്ള സാധ്യതയുണ്ട് ചക്കക്കുരുവിന്. ആദ്യം ഉപ്പിട്ട് കൊടുത്താൽ. ഇതിനകത്തേക്ക് അല്പം മുളക് പൊടിയും അല്പം മഞ്ഞൾ പൊടിയും ഇട്ട് കൊടുക്കാം. ഇത് ഒരു അല്പനേരം ഇവിടുന്ന് ഒന്ന് വേവട്ടെ. ഇവിടെ ചക്കക്കുരുവൊക്കെ ഏകദേശം പകുതി വേവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മാങ്ങ ഇട്ട് കൊടുക്കാം. കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് ഒന്ന് നന്നായിട്ട് വേവട്ടെ. ഇവിടെ നമ്മുടെ ചക്കക്കുരുവും മാങ്ങയൊക്കെ നല്ല വെന്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്കുള്ള അരപ്പ് തയ്യാറാക്കി ഒഴിച്ചിട്ട് കടുകും താളിച്ചെടുക്കാം. ഇതിൻ്റെ അരപ്പ് തയ്യാറാക്കാനായിട്ട് 3 ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ചെറിയ ചുവന്നുള്ളി കഷ്ണങ്ങളാണ്. വലിയൊരല്ലി വെളുത്തുള്ളി മുറിച്ചെടുത്തിട്ടുള്ളതാണ്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂണിൽ താഴെ നല്ല ജീരകം. ഇത്രയും നല്ല മഷി പോലെ അരച്ച് ഇതിനകത്ത് ചേർക്കാം. നമുക്ക് ഈ കറിക്കകത്തേക്ക് അരപ്പൊഴിച്ച് കൊടുക്കാം. ഈ മിക്സി കഴുകിയിട്ട് കുറച്ച് ഇളം ചൂട് വെള്ളം ഒഴിച്ച് മിക്സി ഒന്ന് കഴുകി, ജാറൊന്ന് കഴുകി ഒന്ന് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് ഗ്രേവി എത്രത്തോളം വേണമോ അതിനനുസരിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി നമുക്ക് സ്റ്റവ് കത്തിച്ചിട്ട് ഇതൊന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കാം. പിന്നെയും തിളച്ച് കഴിഞ്ഞിട്ട് 1-2 തിള വന്നു കഴിഞ്ഞതിന് ശേഷം കടുകും താളിച്ച് നമുക്ക് എടുക്കാവുന്നതാണ്. നമുക്ക് കടുക് താളിച്ച് കൊടുക്കാം. അതിനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ, ഇതിനകത്തേക്ക് ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത്, കുറച്ച് വറ്റൽമുളകും കുറച്ച്
നമ്മുടെ കറിയിലേക്ക് ചേർത്ത് ഇളക്കിയിട്ട് കൊടുക്കുക. നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ചക്കക്കുരു മാങ്ങ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പനിയൊക്കെ ആയിട്ടിരിക്കുമ്പോൾ വായ്ക്ക് സ്വാദില്ലാതിരിക്കുന്ന സമയത്തൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല ഒരു അടിപൊളി വിഭവമാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായിട്ട് അറിയിക്കണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.